അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ثم أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അതാണ് ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ അടിസ്ഥാന നാമം, ഒന്നാമത്തെ നാമം അല്ലാഹ് എന്ന നാമത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നത്. അതിൻ്റെ ബാക്കി എന്നോണം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് അള്ളാഹുവിൻ്റെ അർ റബ്ബ് എന്ന നാമം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബില്ലാഹി തൗഫീഖ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതകൾ കുറേയധികം കാര്യങ്ങൾ വിശദീകരിച്ച് അതിങ്ങനെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. പണ്ഡിത ലോകത്ത് ഒട്ടനേകം പണ്ഡിതന്മാർ നമ്മൾ ഈ നോട്ടിൽ കൊടുത്തിട്ടുള്ള ഈ ഇബാറത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫമാ ദുക്കിറ ഹാദൽ ഇസ്മ ഫി ഖലീലിൻ ഇല്ല കസറഹു. അല്ലാഹ് എന്ന നാമം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ മനസ്സിലാവുന്നുണ്ടാവും, അത് വിശദമായി നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹു എന്ന നാമം അത് ഓർക്കപ്പെടുന്നില്ല. എങ്ങനെയല്ലാതെ? എത്ര ചെറിയ വിഷയത്തിലും അത് കൂടുതലാക്കിയിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോർത്ത് അവനോട് പറഞ്ഞാൽ ചെറിയ വിഷയം അത് കൂടുതലാകും. വല ഇൻദ ഖൗഫിൻ ഇല്ലാ അസാലഹു. ഒരു ഭയവും നീക്കിയിട്ടല്ലാതെ അള്ളാഹ് ഓർക്കപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന സമയത്ത് അവൻ ഓർക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭയം നീങ്ങണം. വല ഇൻദ കർബിൻ ഇല്ലാ കശഫഹു. അതേപോലെ തന്നെ ഈ നാമം പറയപ്പെട്ടിട്ടില്ല ഞെരുക്കത്തിൻ്റെ അവസരത്തിൽ ആ ഞെരുക്കം നീക്കിയിട്ടല്ലാതെ. വല ഇൻദ ഹമ്മിൻ വഗമ്മിൻ ഇല്ല ഫറജഹു. മാനസികമായി പിരിമുറുക്കവും അസ്വസ്ഥതയും ഉണ്ടാകുന്ന സമയത്ത് അതോർച്ചാൽ, അള്ളാഹുവെക്കുറിച്ച് ഓർത്താൽ, അവൻ്റെ നാമത്തെ ഓർച്ചാൽ അത് നീക്കിയിട്ടല്ലാതെ ആ നാമം ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഓർക്കാൻ നീങ്ങും. വല ഇൻദ ലീഖിൻ ഇല്ല വസ്സഅഹു.
കുടുസതയുള്ള സമയം അത് വിശാലത നൽകിയിട്ടല്ലാതെ വല തഅല്ലുഖ ബിഹി ളഈഫൻ ഇല്ലാ അഫാദഹുൽ ഖുവ. ദുർബലനായൊരു മനുഷ്യൻ അല്ലാഹ് എന്ന നാമം ഓർത്താൽ അവന് ശക്തി ലഭിക്കാതിരിക്കില്ല. വല ദലീലുൻ ഇല്ലാ അനാലഹുൽ ഇസ്സ. ഒരു ദുല്ലത്ത്, നിന്ദ്യത അനുഭവിച്ച് അപമാനഭാരം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹ് എന്ന നാമം ഓർത്താൽ അവന് ഇസ്സത്ത് കിട്ടാതിരിക്കില്ല. വലാ ഫഖീറുൻ ഇല്ലാ അസാറഹു ഗനിയൻ. ഒരു ഫഖീറുമില്ല ഈ നാമം മുറുകെ പിടിച്ചിട്ട് അവന് ഗനിയത്ത്, ധന്യത ലഭിക്കാതെ. വല മുസ്തവഹിഷുൻ ഇല്ലാ ആനസഹു. ഒറ്റപ്പെട്ട ഒരു മനുഷ്യനുമില്ല അല്ലാഹനെ ഓർത്തിട്ട് ഒരു ഇണക്കം കിട്ടാതെ. വല മഗ്ലൂബൻ ഇല്ലാ അയ്യദഹു വനസറഹു. പരാജിതരായ ഒരാളുമില്ല അല്ലാഹുവിനെ ഓർത്തിട്ട് അവൻ്റെ സഹായവും അവൻ്റെ ശക്തിയും ലഭിക്കാതെ. വല മുളത്തറൻ ഇല്ലാ കശഫ ദർറഹു. ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഇനി രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ നാമം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് നീങ്ങാതിരിക്കില്ല. വല ശരീദുൻ ഇല്ലാ ഹാവാഹു. വഴിതെറ്റിയ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്താൽ വഴി നടത്താതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല. എന്നാൽ അള്ളാഹ് എന്നുള്ളത് എല്ലാറ്റിനുള്ള പരിഹാരമാണ്, പരിഹാരമായിരിക്കണം, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാം, ഫഹുവൽ ഇസ്മു അല്ലദി തുക്ഷഫു ബിഹി അൽ ഖുറബാത്ത്. ഈ നാമം, അള്ളാഹുവിൻ്റെ ഈ നാമമാണ് എല്ലാ ഞെരുക്കവും അകറ്റപ്പെടാനുള്ള വഴി. അള്ളാഹ് എന്നുള്ളതാണ് ഞെരുക്കം അകറ്റപ്പെടാനുള്ള വഴി. വതുസ്തൻസലു ബിഹി അൽ ബറകാത്ത് വദ്ദഅവാത്ത്. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അതിറങ്ങാൻ കാരണമാകുന്നത് അള്ളാഹ് എന്ന നാമമാണ്. വതുഖാലു ബിഹിൽ അഥറാത്ത്. എല്ലാവിധ തിന്മകളും നീങ്ങുന്നത് ഈ നാമം കൊണ്ടാണ്. വതുസ്ദഫു ബിഹി അസ്സയ്യിആത്ത്. തിന്മകളെ തടയുന്നത് ഈ നാമം കൊണ്ടാണ്. വതുസ്തജലു ബിഹി അൽ ഹസനാത്ത്. നന്മകൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുന്നുവെങ്കിൽ അത് അല്ലാഹു എന്ന നാമം കൊണ്ടാണ്. വഹുവൽ ഇസ്മു അല്ലദി ബിഹി ഖാമത്തുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമി നിലനിൽക്കുന്നത് പോലും അല്ലാഹ് എന്ന നാമത്താലാണ്. വബിഹി ഉൻസിലത്തി അൽ കുതുബ്. ഗ്രന്ഥങ്ങൾ ഇവിടെ ഇറങ്ങാൻ കാരണം അല്ലാഹുവാൻ. വബിഹി ഉർസിലത്തുർ റുസുൽ. അമ്പിയാക്കളെ അയക്കേണ്ടി വന്നത് അല്ലാഹു എന്ന നാമമാണ്. വബിഹി ശുരിഅത്ത് അശ്ശറാഇ. ഇവിടെ മതനിയമങ്ങൾ നിയമമാക്കിയത് അല്ലാഹ് എന്ന നാമം കൊണ്ടാണ്. വബിഹി ഖാമത്തുൽ ഹുദൂദ് വബിഹി ശുറഹൽ ജിഹാദ്. മനുഷ്യർക്കിടയിൽ നടപടികൾ, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ നടപ്പിലാക്കിയത്, ജിഹാദ് നിയമമാക്കിയത് ഇതൊക്കെ അല്ലാഹു എന്ന നാമം കൊണ്ടാണ്. വബിഹി അൻഖസമത്തുൽ ഖലീഖത്തു ഇല സുഅദാഹി വൽ അശ്ഖിയാ. സൃഷ്ടികൾക്കിടയിൽ സൗഭാഗ്യവാന്മാർ, ദൗർഭാഗ്യവാന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അല്ലാഹ് എന്ന നാമം കൊണ്ടാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അല്ലാഹു എന്ന നാമത്തിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ വിശദീകരിച്ച് എല്ലാ വിശദീകരണവും നൽകി അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന ഏകദേശം ഒരു പാരഗ്രാഫാണത്. പറഞ്ഞാൽ അല്ലാഹു എന്നതാണ് അടിസ്ഥാനം. അല്ലാഹുവിൻ്റെ പേരിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. ആണല്ലോ അല്ലേ? ഏതായാലും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എന്ന നാമം നമ്മൾ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇഹ്സാ ചെയ്യുക. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. ആദ്യം എഴുന്നേൽക്കുന്ന ആൾക്ക് സമ്മാനം കിട്ടും. 3 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്താണ്? ആരാ പറയും? പറഞ്ഞോളി. 1 എന്താണ്? അത് അറിയാന്നുള്ളത്. പിന്നെ 2 ആ വാക്കുകൾ, കെലിമത്തുകൾ അറിയാന്നുള്ളതാണ് 1. 2 എന്താണ്? ആ കെലിമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാവുക എന്നതാണ് മറ്റൊന്ന്. 3ാമതൊന്നും കൂടി ഉണ്ട്. പറഞ്ഞാൽ 1 അറിയുക, അത് ഹിഫ്ളാക്കുക, 3ാമത് സ്വാധീനം ഉണ്ടാവുക. അതാണ് 3 കാര്യങ്ങൾ. കേട്ടോ? നിങ്ങളെ പേരെന്തേനും? ഇസ്ഹാഖ്. ഇൻഷാ അല്ലാഹ്. ഈ 3
കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതു നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, എല്ലാ സമയത്തും ലോകത്തേറ്റവും കൂടുതൽ പുറത്തു വരുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന കലിമത്താണെന്ത്? അള്ളാഹ് എന്നുള്ള കലിമത്ത്. ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം പറയാമെന്നറിയില്ല, അത്രയും ഓരോ മനുഷ്യനും പറയും അല്ലേ. നമ്മളന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ തന്നെ വാചകം പറഞ്ഞിരുന്നു, മതമില്ല അള്ളയില്ല എന്ന് വിശ്വസിക്കുന്നവനും പറയുന്നുണ്ട്, അള്ളാന്ന് അവൻ പറഞ്ഞു പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും ആ കൂട്ടത്തിൽ ഇത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന അള്ളാ എന്ന് പറയുന്ന ഒരു ദിക്ർ, അതാണ് അടുത്ത നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങേറ്റ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ, കാരണങ്ങളില്ലാതെ അസ്വസ്ഥമാകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. വളരെ ചെറിയ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുണ്ടല്ലോ, ഇവന് ഫുള്ള് അസ്വസ്ഥനാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കേണ്ട ചെറിയൊരു ദിക്ർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കൂലേ? വളരെ ചെറുതാണ് ഇൻഷാ അല്ലാഹ്. അൻ അസ്മാ ബിൻത് ഹുമൈസ് റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലിനഹുന്ന ഇൻദൽ കർബ് ഔ ഫിൽ കർബ് എന്ന് പറഞ്ഞാൽ, നീ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. അത് നീ പ്രയാസമുള്ള സമയം, പ്രയാസത്തിൽ പെടുമ്പോൾ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുമ്പോൾ അതെന്ത് വേണം? ആ 2 പ്രാവശ്യം അവിടെ ഒരു കർബ് ഔ ഫിൽ കർബ് എന്ന് പറഞ്ഞില്ലേ, ഇൻദൽ കർബാണോ ഫിൽ കർബാണോ എന്ന് ഹദീസ് ഉദ്ധരിച്ച റാവിക്ക് സംശയം വന്നുകൊണ്ട് അത് രണ്ടും കൊടുക്കുക. അതാണ് സൂക്ഷ്മത. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അത്ര വരെ അള്ളാഹുവിൻ്റെ രണ്ടും അർത്ഥം. ഇൻദൽ കർബ് എന്താ? പ്രയാസമുള്ള ദുഃഖമുള്ള സമയം. ഫിൽ കർബ് ആ ദുഃഖത്തിലാകുമ്പോൾ, രണ്ടും ഒന്നാണ്. അങ്ങനെ ആകുമ്പോൾ നീ ചെല്ലേണ്ട ഒരു ദിക്ർ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതേ കാര്യം തന്നെ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് വേറെ രൂപത്തിൽ വേറെ സ്വഹാബിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. വളരെ ചെറിയ ദിക്ർ ഒന്ന് പറഞ്ഞു നോക്കി. എന്താണത്? അല്ലാഹു അല്ലാഹു റബ്ബി. 2 പ്രാവശ്യം അല്ലാഹു അല്ലാഹു റബ്ബി, അവനാണ് എൻ്റെ റബ്ബ്. ലാ ഉശ്രികു ബിഹി ശൈഅ, ഞാൻ അവനിൽ ഒന്നും പങ്കു ചേർക്കുന്നില്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലാ അല്ലാ റബ്ബി ലാ ഉശ്രികു ബി ശൈഅ. അല്ലാഹു അല്ലാഹു അവനാണ് എൻ്റെ റബ്ബ്, അവനിൽ ഞാൻ ഒന്നും പങ്കു ചേർക്കുന്നില്ല. ഇത് പറയുന്നതോടുകൂടി അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാവാൻ. എന്താ പ്രാർത്ഥന? ലോകത്തെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി ന്യായമായ ഹക്കായ നിലക്ക് ഒരാളുമില്ല. അതാണ് അള്ളാഹ് എന്നുള്ള വാക്ക് തന്നെ. അങ്ങനെയുള്ള അള്ളാഹുവിനെ ഞാൻ എന്താക്കിയിട്ടുണ്ട്? റബ്ബായി സ്വീകരിച്ചിട്ട്. നമ്മൾ വിശദീകരിക്കണം എന്നാൽ റബ്ബായി എങ്ങനെ സ്വീകരിക്കാം. സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അവനിൽ പങ്കു ചേർക്കുന്നില്ല. പിന്നെന്തിന് ഞാൻ സങ്കടപ്പെടണം? മനസ്സിലാവുണ്ടോ? ഞാൻ അവനിൽ പങ്കു ചേർക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയാൻ, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ, നമ്മുടെ ചുറ്റുപാടുകളിലെ ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്ത, അവന് നൽകേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്കൊക്കെ നൽകുമ്പോൾ അതിനിടയിൽ റബ്ബേ ഞാൻ നിന്നിൽ ഒന്നും പങ്കു ചേർക്കുന്നില്ല, ഞാൻ നിന്നെ റബ്ബായി സ്വീകരിച്ചിട്ടുണ്ട്, ഇത് നീ പറഞ്ഞാൽ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ വനിതയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ചൊല്ലിയൊക്കെ എന്താ ഒന്ന് പറഞ്ഞു നോക്കിയേ. അല്ലാഹു അല്ലാഹു റബ്ബി, ഇത് 3 നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക്. അല്ലാഹ് നമുക്കറിയാം, റബ്ബി നമുക്കറിയാം, ലാ ഉശ്രികു ബിഹി ശൈഅ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി നമ്മൾ അടുത്ത നാമത്തിലേക്ക് പോവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ അല്ലാഹു എന്ന നാമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രാധാന്യം നൽകുന്നതുമായ നാമമാണ് അർ-റബ്ബ്. എന്താണ്? റബ്ബ് എന്ന നാമം. അള്ളാഹുവിനെ റബ്ബ് എന്ന് പറയുമ്പോൾ അലിഫ് ലാം കൂട്ടിയിട്ടാണ് പറയുക, അർ-റബ്ബ് അല്ലേ? അള്ളാഹു എന്ന നാമം പറഞ്ഞ ഉടനെ ഖുർആനിൽ ബിസ്മില്ലാ അൽഹംദുലില്ലാ ഇത് കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത് പറയുന്ന നാമം ഏതാ? റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 900-ൽ-അധികം പ്രാവശ്യം റബ്ബ് എന്ന നാമം വന്നിട്ടുണ്ട്. അത് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നോട്ട് ചെയ്യാം. നോട്ട് ഞാൻ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് എന്നാൽ തന്നെ 2 പേജായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഇടയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യുകയും ചെയ്യാം.
വിശുദ്ധ ഖുർആനിൽ 900-ലധികം പ്രാവശ്യം എന്ത് വന്നിട്ടുണ്ട്? റബ്ബ് എന്ന നാമം വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയം, അവതരണ തുടക്കം എന്ത് പറഞ്ഞിട്ടാ തുടങ്ങിയേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ ഖുർആൻ അവതരണ തുടക്കത്തിൽ ആദ്യം പറയുന്ന നാമം ഏത് നാമ? റബ്ബ് എന്ന നാമാണ് അല്ലേ? വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന ഏതാണ്? വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന ആർക്കെങ്കിലും അറിയോ? യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. സൂറത്ത് അൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത്. എന്താ അവിടെ പറയുന്നത്? മനുഷ്യരെ, അഅ്ബുദൂ നിങ്ങൾ ആരാധിക്കണം, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ. അപ്പോൾ ഒന്നാമത്തെ കൽപ്പനയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പ്രയോഗിച്ച നാമം ഏതാണ്? റബ്ബ് എന്നതാണ്. ഇനി അതിൻ്റെ ഭാഷാർത്ഥം, അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് നമ്മളന്ന് പറഞ്ഞിരുന്നു. അതേപോലെ റബ്ബ് എന്നതിൻ്റെ ഭാഷാർത്ഥം അവിടെ ഇമാം റാഗിബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങൾക്ക് അർത്ഥം കൊടുത്ത, അറബിയിൽ തന്നെ മറ്റു പര്യായ വാക്കുകൾ കൊടുത്ത ഇമാം റാഗിബ് അദ്ദേഹം പറയുന്നത് റബ്ബ്, റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ അസ്ലി അത്തർബിയ, അതിൻ്റെ അടിസ്ഥാനം തെർബിയത്തൻ, ഒരു സംഗതി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിന്നാണ്, അതാണ് അതിൻ്റെ അടിസ്ഥാനം. വഹുവ ഇൻഷാഉ ശൈഇൻ ഹാലൻ ഫഹാലൻ ഇലാ ഹദ്ദി തമാം, ഒരു സംഗതി ഉണ്ടാക്കുകയും എന്നിട്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എന്തൊക്കെ വേണം അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തതിൻ്റെ പൂർണ്ണതയിലേക്കാണ് എത്തിക്കുന്നതിനാണ് സാധാരണഗതിയിൽ എന്ത് പറയാ? റബ്ബ് എന്ന് പറയാം. ഒരു കാര്യം ഉണ്ടാക്കുക, എന്നിട്ട് ആ ഉണ്ടാക്കിയ കാര്യത്തെ ആവശ്യമുള്ളതൊക്കെ നൽകിയിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക. ഇതാണ് ഭാഷാപരമായിട്ട് എന്ത് പറയാ? റബ്ബ് എന്ന് പറയാ. ശറഈയായിട്ടും മതപരമായിട്ടും ഈ ഒരു ആശയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫമാ റബ്ബുകുമാ യാ മൂസ, ആരാ ചോദിച്ചേ? ഫിറഔൻ ചോദിച്ചതാണ്. മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരൻ? എന്താ മറുപടി? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹ സുമ്മ ഹദാ. എന്താണ്? എല്ലാ സൃഷ്ടികൾക്കും സൃഷ്ടിപ്പ് നൽകുകയും പിന്നെ അതിനു വേണ്ട മാർഗം കാണിക്കുക, അതിന് വേണ്ടത് ഇങ്ങനെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ആര്? റബ്ബ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ആരാ റബ്ബ്? മനുഷ്യരെ, നിങ്ങൾ എന്താണ് റബ്ബിന്റെ വിഷയത്തിൽ മാത്രം വഞ്ചിതരാകുന്നത്? ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും, പലതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അള്ളാഹു പറയാൻ. പക്ഷെ റബ്ബിന്റെ കാര്യത്തിൽ മാത്രം ഗൗരവമായ ഒരു ചർച്ചയില്ല, ചിന്തയില്ല. എന്താ ഇങ്ങനെ? യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. എന്നിട്ട് ആ റബ്ബാരാന്ന് പരിചയപ്പെടുത്തുക. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. സൃഷ്ടിക്കുക മാത്രമല്ല, അത് ഏറ്റവും നന്നായ രൂപത്തിലാക്കി പിന്നെ അതിനു വേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള മാർഗം കാണിച്ചു കൊടുത്തു. എല്ലാ രൂപത്തിലും, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ദീനിയായിട്ടും ദുന്യവിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഭാഷാർത്ഥം അത് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്നതാണെന്നർത്ഥം. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? റബ്ബ് എന്ന് പറഞ്ഞാൽ വളർത്തിക്കൊണ്ടുവരിക, ഒരു സംഗതി ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയക്ക് ഭാഷയിൽ പറയുന്ന പേരാണെന്ത്? റബ്ബ്. ഇനി വയുത്ലഖു അലൽ മാലിക് അസ്സയ്യിദ് അൽ മുദബ്ബിർ അൽ മുറബ്ബി അൽ ഖയ്യിം അൽ മുനഇം. അതിൻ്റെ ബാക്കി തന്നെ ഉണ്ട്. വയുത്ലഖു, അദ്ദേഹം പറയാണ്, ഇങ്ങനെ പറയും, ഇങ്ങനെയും പറയാം. റബ്ബ് എന്നുള്ളതിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അലൽ മാലിക് എന്തിനു പറയും? മാലിക് എന്നുള്ളതിന് റബ്ബ് പറയാം, അല്ലെങ്കിൽ റബ്ബിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? മാലിക് എന്നുള്ളതും. വസയ്യിദ്, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശമുള്ളവൻ. വസയ്യിദ്, സയ്യിദ് എന്താ? നേതാവ്, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നേതാവ്. വൽ മുദബ്ബിർ, നിയന്ത്രണാധികാരം ഉള്ളവൻ, വിശദീകരിക്കുന്നുണ്ട്. വൽ മുറബ്ബി, വളർത്തിക്കൊണ്ടുവരുന്നവൻ. വൽ ഖയ്യിം, കാര്യങ്ങൾ രക്ഷാധികാരിയായി നിൽക്കുന്നവൻ, അതാണ് ഖയ്യൂം, ഓരോ കാര്യം നിലനിർത്തി കൊണ്ടുവരുന്നവൻ. വൽ മുൻഇം,
അനുഗ്രഹങ്ങൾ നൽകുന്നവൻ. ഇതൊക്കെ ഏതിൽ പെടുന്ന പറഞ്ഞ റബ്ബ് എന്ന ആ ഒരു കെലിമത്തിൽ പെടും എന്ന ഭാഷാ പണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കുന്നത്. ഇനി റബ്ബുമായി ബന്ധപ്പെട്ട് നമ്മുടെ നോട്ടിലുള്ളൊരു കാര്യം, റബ്ബ് എന്ന പദം സൃഷ്ടികളിലേക്ക് ചേർത്തി പറയാതെ, വേറെന്തിലേക്ക് ചേർത്തി പറയാതെ, അത് ഒറ്റയായി റബ്ബ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതാരെ കുറിച്ചാണ് പറയാ? അള്ളാഹുവിനെ കുറിച്ച്. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആരാ? റബ്ബാരാ? അള്ളേൻ അല്ലേ? എന്നാൽ സാധാരണഗതിയിൽ പണ്ഡിതന്മാരെ അത് വിശദീകരിച്ചു. വലാ യുത്ലഖു ഗൈറു മുളാഫിൻ ഇല്ല അലല്ലാഹി തആല ഇദാ ഉത്ലഖ അല ഗൈരി ഉളീഫിൻ കറബ്ബിൽ ഇബിൽ വറബ്ബിദ്ദാർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉടമസ്ഥൻ, ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ, അതിനൊക്കെ എന്ത് പറയാൻ പറ്റും? സാധാരണഗതിയിൽ അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ ഒന്നിലേക്ക് ചേർത്തേ പറയുള്ളൂ. അതിൻ്റെ ഉടമസ്ഥൻ, അയാളുടെ യജമാനൻ, അതിനൊക്കെ എന്ത് പറയും? എന്നാൽ അള്ളാഹുവിലേക്ക് ഇതൊന്നും ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യാതെ റബ്ബ് എന്ന് കേട്ടാൽ അത് അറബ്ബാണ്. അതാരാണ്? അള്ളാഹുവാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? വിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ കുറിച്ച് പറഞ്ഞ റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തെളിവാണ് നമ്മൾ അവിടെ കൊടുത്തത്. എന്താണത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച് രണ്ടാളുകൾ വന്നു. അറിയാലോ അല്ലേ? സഹതടവുകാരായ രണ്ടാളുകൾ അവർ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, നിങ്ങളിൽ തീർച്ചയായും നിങ്ങളിൽ ഒരാൾ അവന്റെ റബ്ബിന് മദ്യം കുടിപ്പിക്കും. അവിടെ റബ്ബ് എന്താ? അവന്റെ യജമാനൻ, അവന്റെ ഉടമസ്ഥൻ അല്ലേ? അടിമകളാണ്. അവന്റെ ഉടമസ്ഥന് മദ്യം കുടിപ്പിക്കുക. അതാണ് ആ സ്വപ്നത്തിലുള്ളത്. സ്വപ്നം എന്തെന്ന് വിശദീകരിക്കുന്നില്ല, കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് റബ്ബ് എന്ന പദം വളരെ വിശാലമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി മൂന്നായി ചുരുക്കി സൂചിപ്പിക്കാൻ. മൊത്തത്തിൽ റബ്ബ് എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മുകളിൽ പറഞ്ഞ ഭാഷാപരമായിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളെങ്കിലും നമ്മുടെ അഖീദയുമായി ഒരു മനുഷ്യൻ അഖീദയുമായി ബന്ധപ്പെട്ട് ഒരാൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ഏറ്റവും ചുരുക്കി വിശദീകരിച്ച മൂന്നായി നമ്മളതിൻ്റെ കാര്യങ്ങൾ പറയണം. മൂന്നാക്കി ചുരുക്കി പറയണം. അതാണ് അടുത്തുള്ള ഒന്ന്. എന്താ? റബ്ബ് എന്നുള്ളതിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം ഒന്ന്, സൃഷ്ടിപ്പ്. എന്താ? അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല. അല്ലാത്ത മറ്റെന്തുണ്ടോ അവയെല്ലാം അവൻ്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. ഇതിൽ നമുക്ക് സംശയമൊന്നുമില്ല അല്ലേ? അള്ളയാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൽപ്പെടാതെ ഒന്നുമില്ല. അല്ലാത്ത മറ്റെന്തുണ്ടോ അതൊക്കെ ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ ദലീൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത് ഏതാണ്? യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് ആരാണ് റബ്ബ് എന്ന് വിശദീകരിക്കുക? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണെന്ന് അർത്ഥം. വീണ്ടും ഖുർആനിൽ കാണാം, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, തീർച്ചയായും റബ്ബ് അല്ലാഹുവാണ് ആര്? നിങ്ങളുടെ റബ്ബ്. അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ? ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. അവനല്ലാത്ത വേറെ ഒരു സൃഷ്ടാവില്ല, വേറെ ഒരാളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിന്റെ തുടക്കത്തിൽ കാണാം, യാ അയ്യുഹന്നാസ് ദുകൂറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഫകൂൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കണം. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അല്ലാതെ വേറെ സൃഷ്ടാവ് നിങ്ങൾക്ക് ഉണ്ടോ? ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ റിസ്ക് നൽകുന്നവനായി അല്ലാഹു അല്ലാതെ വേറെ സൃഷ്ടാവ് ഉണ്ടോ? ഇതേ ആശയത്തിൽ ഒട്ടനേകം ആയത്തുകളുണ്ട്. എന്ന് മാത്രമല്ല,
അല്ലാഹുവല്ലാത്ത ലോകത്ത് മനുഷ്യർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരാധ്യന്മാരും, അത് മനുഷ്യരുണ്ടാവും, ജിന്നുകളുണ്ടാവും, മലക്കുകളുണ്ടാവും, മറ്റു പലതുണ്ട്, അതെല്ലാം ഒരുമിച്ച് കൂടി അവരെല്ലാം ഒരുമിച്ച് കൂടിയാലും ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. എത്ര വരെ വിശുദ്ധ ഖുർആനിൽ സുപരിതമായൊരു വചനമാണ് സൂറത്ത് ഹജ്ജിലെ 73. എന്താ? യാ യുഹന്നാസ്, മനുഷ്യരെ, ളുരിബ മസലുൻ, നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഫസ്തമിഊ ലഹ്, അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, ബുദ്ധിയെ തൊട്ടുണർത്താൻ. എന്താ ഉദാഹരണം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബൻ, അവരൊരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല. വലൗ ഇജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ എത്ര സൃഷ്ടികളുണ്ട്. അത് ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ഈച്ചയെ എടുത്തിട്ട് പറയാൻ, എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ എന്താവില്ല, ഒരു ഈച്ചയെ വരെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇത് പറയുന്നത് എന്തിനാ? അള്ളാഹുവിന് മാത്രമേ ഇബാദത്തിനർഹനുള്ളൂ. അതുകൊണ്ട് എൻ്റെ റബ്ബ് അള്ളയാണ്, എന്നെ സൃഷ്ടിച്ചത് അള്ളയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ നോട്ടിലുണ്ട്, പറയും. 2, അധികാരം. അള്ളാഹുവാണ് മാലിക്, ഖാലിഖ്, മാലിക്, അൽ മുദബ്ബിർ. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റബ്ബ്. അല്ലേ? ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മൻ റബ്ബുക എന്നാണ് ചോദിക്കുന്നത്. ആ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണിത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം. ഒന്നാമത് പറഞ്ഞത് സൃഷ്ടാവ്, അവൻ അള്ളയാണ്, അവനാ റബ്ബ്. 2, അധികാരമുള്ളവൻ മാലിക്, അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും അധികാരി. അവൻ്റെ അധികാരം എത്തിപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല, ആകാശങ്ങളോ ഭൂമിയിലോ ഇല്ല, നമുക്ക് സംശയമില്ല. അല്ലേ? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിൽ 26-ാമത്തെ വചനം നല്ലൊരു പ്രാർത്ഥന കൂടിയാണ് കേട്ടത്. എന്താണ് അവിടെ ഖുർആൻ പറയുന്നത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, ബാക്കി പറഞ്ഞോളി. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറയുക, പ്രാർത്ഥിക്കുക, അല്ലാഹുവേ മാലിക്കൽ മുൽക്ക്, അത് അള്ളാന്റെ പ്രത്യേകത, എല്ലാ അധികാരികളുടെയും അധികാരിയായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ എന്ത് നൽകുന്നു? അധികാരം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നീ അധികാരം തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു അധികാരം ആർക്കെങ്കിലും താൽക്കാലികമായി ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആര് നൽകുന്നതാ? അള്ളാഹു നൽകുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം ആരും നൽകുന്നതല്ല, സ്വയമേ ഉള്ളതാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തുറന്ന് വീണ്ടും പറയാൻ, റബ്ബ് അള്ളയാണെന്ന് മനസ്സിലാക്കേണ്ടവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ വിഷയത്തിലും പറയാൻ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഇദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹി ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹും മിൻഹും മിൻ ദഹീർ. ഖുർആൻ അവിടെ പറയുന്നത് എന്താ? ഖുൽ ഇദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ അല്ലാത്ത ആർക്കെങ്കിലും ആരെങ്കിലും ഇബാദത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവനുണ്ടാക്കുന്നതാണ്, അവൻ്റെ മനസ്സിൽ തോന്നി, അല്ലെങ്കിൽ ആ രൂപത്തിലാണ്. നിങ്ങൾ അങ്ങനെ ജൽപ്പിച്ച് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ആരോടെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, അവർ ഒന്നും അധീനപ്പെടുത്തുന്നില്ല, ഒന്നിൻ്റെയും. എന്താ അവിടെ പ്രയോഗിച്ച വാക്ക്? ആകാശഭൂമികളിൽ ഒരു മിസ്ഖാല ദർറത്ത്, ഒരു അണുത്തുക പോലും അവർക്ക് സ്വന്തമായി ഇല്ല. വമാ ലഹും ഫിഹാ മിൻ ശിർകിൻ വമാ ലഹും മിൻഹും മിൻ ദഹീർ, അവർക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല, ഒന്നിനും ഒരു സഹായം അവർക്കാർക്കും ഇതിലില്ല എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് സാക്ഷാൽ മാലിക്. അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ മാലിക് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അവസാനിപ്പിക്കാനായോ? ഒരു കാര്യം കൂടി മെല്ലെ പറഞ്ഞു പോകും, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. മനുഷ്യരിൽ ചിലർക്കൊക്കെ അധികാരം ഉണ്ടല്ലോ, നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഒന്ന്, അള്ളാഹുവിൻ്റെ അധികാരം, അതിൽ യാതൊരു പരിധികളുമില്ല. അല്ലേ? സെട്ടുകളായി
എന്തെല്ലാമുണ്ടോ അവയുടെ എല്ലാം അധികാരം അള്ളാഹുവിനാണ്. സൃഷ്ടികളുടെ അധികാരത്തിന് പരിധികളുണ്ട്. ഉദാഹരണത്തിന് ഒരു നാടിൻ്റെ അധികാരി, ഭരണാധികാരി, അയാൾക്ക് അപ്പുറത്തെ നാടിൻ്റെ ഭരണം അയാൾക്കില്ല. ഉണ്ടോ? നമ്മൾ വീട്ടിലെ ഉടമസ്ഥണ്ട്, അധികാരമുണ്ട് വീട്ടിൽ, എൻ്റെ വീട്ടിൽ. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റുമോ? പക്ഷെ അള്ളാഹുവിന് അങ്ങനെയല്ല, അതിനെന്തില്ല, പരിധിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു എല്ലാറ്റിൻ്റെയും അധികാരിയാണ്. അവൻ്റെ മേൽ അധികാരിയായി വേറൊരാളില്ല. എന്നാൽ സൃഷ്ടികൾ എങ്ങനെയാ? സൃഷ്ടികൾ ഒരാൾക്ക് ഒരു വിഷയത്തിൽ അധികാരം ഉണ്ടെങ്കിൽ അയാളുടെ മേൽ വേറെ ഒരു അധികാരി ഉണ്ടാവും. ഇനി ഒരാൾ പറയാം എൻ്റെ മേൽ ഒരധികാരി ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ ആരുണ്ട് അധികാരിയായിട്ട്? അള്ളാഹു ഉണ്ട്. രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ അധികാരത്തിന് തുടക്കമോ ഒടുക്കമോ അല്ല. മനുഷ്യൻ്റെ അധികാരോ ഇതൊക്കെ എൻ്റെതാണ്. എത്ര വരെ പറയാ? മരിക്കണവരെ പറയാ, അല്ലേ? ഇനി ആണെന്ന് മരിക്കണവരല്ല, അതിൻ്റെ മുമ്പ് തന്നെ ഇന്നുള്ളത് നാളെ ഒന്നുണ്ടാവില്ല, അധികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊരു രാജാധികാരമോ ഭരണമോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഏത് വിഷയം ഇതെൻ്റേതാണെന്ന് ഇപ്പോൾ പറയാം, ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം അത് എൻ്റേതാവില്ല, അല്ലേ? അതെൻ്റെ അടുത്ത് പോയാൽ കഴിഞ്ഞ്. പക്ഷെ അള്ളാഹുവിൻ്റെ അധികാരം ഒരിക്കലും നശിക്കുകയില്ല, കുറയുകയില്ല. അവൻ്റെ മേൽ വേറൊരു അധികാരിയില്ല. ഇതാണ് രണ്ടാമത്തെ വിഷയം, മാലിക്. മൂന്നാമത്തെ കാര്യം, റബ്ബ് എന്നുള്ളതിൻ്റെ വിശദീകരണം പണ്ഡിതന്മാർ വിശദീകരിച്ച് അൽ മുദബ്ബിർ. എന്താ മുദബ്ബിർ എന്ന് പറഞ്ഞാൽ? നിയന്ത്രണം. റബ്ബ് എന്ന പദം ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ ആകത്തുകൾ ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ കാര്യം, അവനാണ് എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്ത് കടക്കാനാകുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വലിയൊരു ചർച്ച വന്നൊരു വിഷയമാണ്. എന്താ? മുദബ്ബിറുൽ ആലം. ലോകത്ത് നേർക്ക് നേരെ ബിംബം വെച്ച് പൂജിക്കുന്ന മനുഷ്യർ പോലും പറയാൻ ധൈര്യം കാണിക്കാത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ? കോഴിക്കോട് മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ, ആരാണ്? CM. അദ്ദേഹം മുദബ്ബിറുൽ ആലം, ലോകങ്ങളുടെ നിയന്ത്രണമുള്ളവൻ എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്നൊരു കാര്യമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ മുഴുവൻ റബ്ബ് അതാരാ? അള്ളാഹുവാണ്. ലോകങ്ങൾ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിക്കുക. ഒരു മനുഷ്യന് ലോകം വേണ്ട, അവനാണ് നിയന്ത്രിക്കാൻ പറ്റൂ. സ്വന്തം എൻ്റെ കൈ ഇങ്ങനെ ഉയരണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ അവകാശമല്ല. ഞാൻ അഥവാ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ വരുന്നുണ്ട്, പക്ഷേ പ്രപഞ്ച സട്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് മാത്രം, അല്ലേ? എത്ര പേരോ നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നത് പോലും എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം ഉള്ളത്. ഈ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഒരു വസ്തുവിലും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലും ഇന്നത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ആ ഉദ്ദേശം പോലും ആരുദ്ദേശിച്ചിട്ടാ? അള്ളാഹു ഉദ്ദേശിച്ചിട്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തൻ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. എന്താ? നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ലാതെ. ഉദ്ദേശം പോലും അങ്ങനെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ഈ വിഷയം വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ഉദ്ദേശം പോലും എത്ര, അതായത് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് കയറണം ഒരാൾ. സ്റ്റെപ്പ് കയറുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വെക്കണം എന്ന് അയാൾ ഉദ്ദേശിക്കും. ആ സ്റ്റെപ്പ് തെറ്റിയാൽ അയാൾ വീണത് എടുക്കാൻ അയാൾ താക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടോ? ഇത് തെറ്റിയിട്ട് വീഴുന്ന അയാൾ ഉദ്ദേശിക്കുന്നില്ല. തെറ്റി വീണാൽ ആ തൊട്ടടുത്തുള്ള സമയം പോലും ഉദ്ദേശിക്കാൻ പോലും എന്തില്ല, മനുഷ്യന് സ്വന്തമായി കഴിയില്ല. എന്നിട്ടാണ് എന്ത് പറയുന്നത്? ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മനുഷ്യരാണ്. അള്ളാഹു എല്ലാവർക്കും ഹുദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. എന്താണ്? അൽ മാലിക്, അൽ ഖാലിഖ്, വൽ മാലിക്, വൽ മുദബ്ബിർ. ഇത് മൂന്നും ഉൾക്കൊണ്ടാൽ അതാണ് ആര്? റബ്ബ്. അതാരാണ്? അള്ളാഹുവാണ്. അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ റബ്ബാരാ? അള്ളയാണ്. ഞങ്ങളുടെ ഖാലിഖ് അള്ളയാണ്. ഞങ്ങളുടെ മാലിക് അള്ളയാണ്. ഞങ്ങളുടെ മുദബ്ബിർ അള്ള മാത്രാണ്. ഇതൊരാൾ ഉൾക്കൊണ്ടാൽ, സുമ്മസ്തഖാമു, ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ അയാൾക്ക് എന്താവാ? അയാൾക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗത്തിൽ. ഇതിനി അടുത്തതും കുറച്ചും കൂടി വിശദീകരിക്കേണ്ടത്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നോട്ടിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലാണ് തുടരും കേട്ടോ. കുറച്ചും കൂടെ പറയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അറിവുണ്ടായിരുന്നു. പക്ഷേ
അതവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് അവർ മുശ്രിക്കുകളായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെക്കുറിച്ച് ബാക്കിയുള്ള ഓരോ ആഴ്ചയിലും ഈ കാര്യങ്ങൾ പഠിക്കാനും നന്നായി ജീവിതത്തിൽ പകർത്താനൊക്കെ തൗഫീഖ് അള്ളാഹുവാണ് നൽകേണ്ടത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. വരി സെഗ്വൈ.